കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായി മുൻപ് പലവട്ടം പോയിട്ടുള്ള ഒരു സ്ഥലമാണ് മൂന്നാർ. എന്നാൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് മൂന്നാർക്ക് ഇതാദ്യമായിട്ടാണ് പോകുന്നത്. എൻ്റെ അമ്മയുടെ പണ്ട് തൊട്ടുള്ള ഒരു ശീലമാണ്, നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പം അമ്മ രാവിലെ എഴുന്നേറ്റ് പോകുന്ന വഴിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പൊതിഞ്ഞെടുക്കും. ഇപ്രാവശ്യം അതിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കൊഴുക്കട്ടയും മുളകരച്ചതും ഒക്കെ വാഴയിലയിൽ പൊതിഞ്ഞെടുത്തു. ഇത് കൂടാതെ ഫ്ലാസ്കിനകത്ത് കട്ടൻ കാപ്പിയും കൂടെ അമ്മ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയോടുകൂടി ഞങ്ങൾ ദ വാലി മൂന്നാറിൽ ചെക്ക് ഇൻ ചെയ്തു. കഴിഞ്ഞ ദിവസം എൻ്റെ പാരൻസിൻ്റെ 30th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവർക്കൊരു ഗിഫ്റ്റും ഒരു ചേഞ്ചും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് മെയിൻലി ഇങ്ങനൊരു സ്റ്റേക്കേഷൻ ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇതായിരുന്നു പാരൻസിൻ്റെ റൂം. ദേ വർ സൂപ്പർ ഹാപ്പി വിത്ത് ഇറ്റ്. അങ്ങനെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം റൂമിൽ പോയി ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ലഞ്ച് കഴിക്കാനായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ലൈക്ക് കുക്കി ബേക്കിംഗ് സെഷൻ, അവിടുത്തെ ഷെഫിൻ്റെ കൂടെ ഒരു കുക്കിംഗ് സെഷൻ, ടീ ടൈം വിത്ത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ടീ ടൈമിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നതുകൊണ്ട് ചൂട് ചായയും പഴംപൊരിയും പഴയ ഹിന്ദി സോങ്സും എല്ലാം കൂടിയിട്ട് നല്ല വൈബായിരുന്നു. പിന്നെ ഒരു 6:30 ഒക്കെ ആയപ്പോൾ ഒരു ടീ ടേസ്റ്റിംഗ് സെഷൻ ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ടീസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൂന്നാറിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയും കുറച്ചൊക്കെ കേൾക്കാൻ പറ്റി കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നർ കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി ബാൽക്കണിയിലിരുന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി. അതായിരുന്നു ഡേ 1 ഇൻ മൂന്നാർ. നെക്സ്റ്റ് ഡേ മോർണിംഗ്, അതായത് സൺഡേ മോർണിംഗ്, ഞങ്ങൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു. ഒരു ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചൂട് ചായയൊക്കെ ഉണ്ടാക്കി ആ ബാൽക്കണിയിൽ പോയിരുന്ന്, പക്ഷെ സമയം പോയത് അറിഞ്ഞില്ല. കുറച്ച് മഴയും കുറച്ച് കോടയൊക്കെ കണ്ട് അവിടെ അങ്ങ് ഇരുന്ന് പോയി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് റെഡിയായി. പാരൻസും റെഡിയായി. ഞങ്ങൾ 4 പേരും കൂടെ ഒരു ഡ്രൈവിന് പോയി. അത് ഒത്തിരി ദൂരോട്ടൊന്നുമല്ല, മൂന്നാർ ടൗൺ കവർ ചെയ്തു. പിന്നെ കുറച്ചും കൂടെ ദൂരം ഒരു വലിയ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. അപ്പോൾ അവിടെ വരെ ഞങ്ങളൊരു ഡ്രൈവിന് പോയി. സത്യം പറഞ്ഞാൽ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബോറായിരിക്കും എന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. മഴയത്ത് കുടയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മൂന്നാർ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ റിസോർട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം കുറേശ്ശെ എടുത്ത് ടേസ്റ്റ് നോക്കി. അപ്പോഴത്തേക്കിന് നല്ലതായിട്ട് വയറ് നിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയി നമ്മുടെ ജക്കൂസിലോട്ടങ്ങ് ഇറങ്ങി. ആ ബാത്റൂമിൽ നിന്ന് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. ഈ തേയിലത്തോട്ടവും കോടമഞ്ഞും ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ച് ചൂട് വെള്ളത്തിൽ ഇങ്ങനെ പതപ്പിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു കുറേ നേരം. അത് ഞാൻ സൈഡിലൊരു ഹിന്ദി സോങ് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വിശാലമായ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ലഞ്ചിൻ്റെ ടൈമായി. ഞങ്ങൾ പോയി ലഞ്ച് കഴിച്ചു. എന്നിട്ട് ചെക്ക് ഔട്ട് ചെയ്തിട്ട് പാരൻസ് വീട്ടിലോട്ടും പോയി. ഞങ്ങൾ ഉടുപ്പിക്കും പോന്നു.